എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ പുറമേ നല്ല മൊരിമൊരാന്ന് മൊരിഞ്ഞിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്നുവടയാണ്. ആദ്യമായിട്ടൊക്കെ ഉഴുന്നുവട ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് തവണ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടും പുറമേ നല്ല മൊരിഞ്ഞൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ ഞാൻ കുറച്ച് മെയിൻ ആയിട്ടുള്ള ടിപ്സുകൾ പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അത് മിക്സിയിൽ അരിച്ച് മാവൊന്നും ചൂടാകാതെ നല്ല അടിപൊളി ഉഴുന്നുവട നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ ഉഴുന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അളവിൽ ഉഴുന്നെടുത്താൽ മതി. ഉഴുന്ന് നമുക്കൊരു 4-5 തവണ ആ ഒരു വെള്ളം നല്ല തെളിഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1-2 മണിക്കൂറോളം നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഉഴുന്നൊന്ന് കുതിർന്ന് കിട്ടണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂറോളം ഒന്ന് കുതിരാൻ വെച്ചിരുന്നു. നന്നായിട്ട് തന്നെ നമുക്ക് ഉഴുന്നൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഉഴുന്ന് നമുക്ക് വീണ്ടും ഒന്നും കൂടി കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ വേണമെങ്കിൽ അരച്ചിട്ടെടുക്കാം. ഇനി അഥവാ നമുക്ക് ഗ്രൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ മാവൊന്നും ഒട്ടും തന്നെ ചൂടാകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2-2.5 തവിയോളം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഐസ് ക്യൂബാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഉഴുന്ന് അരച്ചിട്ടെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറ് ഒട്ടും തന്നെ ചൂടാകത്തില്ല. ആ ഒരു മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഗ്രൈൻഡറിലൊക്കെ അരക്കത്തില്ലേ അതുപോലെ തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ഇതുപോലെ ഉഴുന്ന വടയ്ക്ക് വേണ്ടിയിട്ട് മിക്സിയിൽ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഐസ് കട്ടയുടെ ഈ ഒരു ടിപ്പ് ശരിക്കും സൂപ്പറാണ് കേട്ടോ. ഇത്രയും ഉഴുന്നുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 2-3 തവണയായിട്ടാണ് ഇത് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു 3 ഐസ് കട്ടകൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ കുറച്ചൊരു സ്വല്പം മാത്രം വെള്ളം ഒന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല ഫൈനായിട്ട് ഈ ഒരു ഉഴുന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇടയ്ക്ക് നിർത്തി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് അരച്ചിട്ടെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നിർത്തി അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു സ്വല്പം വെള്ളം വേണമെങ്കിൽ ഒന്ന് തൂക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ കറക്റ്റ് ഈ ഒരു പാകത്തിന് തന്നെ വേണം കേട്ടോ നമ്മൾ ഉഴുന്നരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉഴുന്നരച്ചെടുക്കുമ്പം ഇതിലും ലൂസായി പോകരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. രണ്ടാമത് ഇതുപോലെ 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ ഇങ്ങനെ ഞാൻ ആ ഒരു ഉഴുന്ന് മുഴുവനും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് അടിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല അങ്ങനെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു സവാളയും അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഇഞ്ചിയും കൂടി ഇതിൻ്റെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പുറമേ നല്ല മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നൈസായിട്ടുള്ള അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളിതുപോലെ പുട്ടുപൊടി ആകുമ്പോൾ ചെറിയ തരങ്ങ് കാണുമല്ലോ. അപ്പോൾ ഈ ഒരു പുട്ടുപൊടി ചേർത്ത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി ആണെങ്കിൽ നമ്മൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. 1 കപ്പ് ഉഴുന്നാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കറക്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് എടുത്തിട്ടില്ലേ, അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മാത്രം ഇതുപോലെ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് ചതച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ടുള്ള കുരുമുളകോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് വടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ സാധാരണ കയ്യിലെടുത്തിട്ട് ഹോളിട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കൈ കൊണ്ട് അങ്ങനെ ഹോളിട്ട് കൊടുത്ത് എണ്ണയിലേക്ക് ഇടാൻ പ്രയാസമുള്ളവർക്കും ഇതിൽ വേറൊരു രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ആദ്യം നമ്മൾ കൈ നന്നായിട്ട് ഒരു വെള്ളത്തിലൊന്ന് മുക്കിയിട്ടെടുക്കുക.
അതിനുശേഷം ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് നമ്മുടെ ഈ ഒരു വിരൽ വെള്ളത്തിൽ വീണ്ടും ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ നമുക്കിതിലേക്ക് ഹോളിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു വാഴയിലൊന്ന് വാട്ടിയിട്ടെടുക്കുക. ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. ഇതുപോലെ വാഴയിൽ നമ്മൾ വാട്ടിയിട്ട് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഗ്ലാസ് ഒക്കെ നമ്മുടെ എല്ലാവരും വീട്ടിൽ കാണുമല്ലോ. ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ നമുക്കൊന്ന് കെട്ടിയിട്ടെടുക്കാം. വാഴയിൽ നമ്മൾ വാട്ടി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും അത് പൊട്ടിയൊന്നും പോകത്തില്ല. ഇതുപോലെ നമ്മളൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. കൈവച്ചിട്ട് വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വാഴയിലയിൽ നിന്ന് ആ ഒരു ഉഴുന്ന് എണ്ണയിലേക്ക് വീഴത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതിൽ വെള്ളം ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒരു റൗണ്ടാക്കി ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ നമ്മൾ കമത്തി എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചുടുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. ആ ഒരു നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേ പുറമേ നല്ല മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. കാരണം ഉള്ളിലെ ഒരു മാവ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നതിൻ്റെ കാരണം ആദ്യമായിട്ടൊക്കെ ഉഴുന്നുവട ഉണ്ടാക്കുന്നവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പുറമേ നല്ല മൊരിഞ്ഞ് വരണം. ഉള്ളി നന്നായിട്ട് വേകാനുള്ള ഒരു സമയം എന്നാൽ കൊടുക്കുക വേണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇനി ഞാൻ രണ്ടാമത് കാണിച്ച പോലെ ഇതുപോലെ നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് കൊടുത്തിട്ട് സിമ്പിളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇത് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പുറമേ നന്നായിട്ട് മൊരിഞ്ഞ് വരികയും വേണം. ഉള്ളു വേകാനുള്ള ഒരു സമയം കൊടുത്ത് ഇതും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പുറമേ നല്ല മൊരുമൊരാന്ന് മൊരിഞ്ഞിട്ടുള്ള ഉഴുന്നുവടയാണ്. ശരിക്കും നമ്മൾ ഉഴുന്നുവട കഴിക്കുമ്പോൾ പുറമേ നല്ല മൊരിഞ്ഞ് ഇതുപോലെ നല്ല മൊരുമൊരാന്നിരിക്കുകയും വേണം. എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കണം. അങ്ങനെയുള്ള ഉഴുന്നുവടയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 2 എണ്ണം അധികം കഴിച്ചെന്നും ഇരിക്കും. അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ മൊരിഞ്ഞ ഉഴുന്നുവട നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിയായി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് റെഡിയായി കിട്ടിയിട്ടില്ലെങ്കിലും ആദ്യമായിട്ടൊക്കെ ഉഴുന്നുവട ഉണ്ടാക്കുന്നവരാണെങ്കിലും ഈ ഒരു സെയിം രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.